ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഈസ്റ്റ് ചേർക്കാണ്ട് തേങ്ങാവെള്ളം ഉപയോഗിച്ചുകൊണ്ടുള്ള അടിപൊളി ഒരു അപ്പം റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കൽ നോക്കാം. ഇതിനായിട്ട് മെയിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങാവെള്ളമാണ്. 1 കപ്പ് തേങ്ങാവെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് തേങ്ങ പൊട്ടിക്കുമ്പോഴൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് 1 കപ്പ് ആക്കിയെടുത്തത്. നിങ്ങൾക്ക് 1 കപ്പ് കിട്ടുന്നില്ലെങ്കിൽ കിട്ടുന്നതിന് അനുസരിച്ച് എടുക്കുക. ടോട്ടലി 2 കപ്പ് പച്ചരിയാണ് ഞാൻ കുതിർത്തത്. അതിന് നമുക്ക് അരച്ചെടുക്കാൻ ആവശ്യത്തിന് 1.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഞാൻ ഇവിടെ 1 കപ്പ് തേങ്ങാവെള്ളവും 1/2 കപ്പ് നോർമൽ വാട്ടർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അരി അളക്കാൻ ഉപയോഗിച്ച കപ്പിൽ 1 കപ്പ് തേങ്ങയും അതുപോലെ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നിങ്ങൾക്ക് ഒരുമിച്ച് അരക്കാൻ പറ്റുന്നില്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ 2 സ്റ്റേജസ് ആയിട്ടിട്ട് അരച്ചെടുക്കാം. ഞാൻ ഇത് വലിയ ജാറായതുകൊണ്ട് തന്നെ ഞാനൊരു ടൈമിൽ തന്നെ അരച്ചെടുക്കുകയാണ്. തേങ്ങയും ചോറെല്ലാം ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങാവെള്ളവും ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയാണ് ഞാൻ ഇവിടെ. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുക്കുക. പഞ്ചസാര 1/2 ടീസ്പൂണ് മതിയാവുന്നതാണ്. അതുപോലെ തന്നെ 1/2 കപ്പ് നോർമൽ വാട്ടറും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ട് വരാം. മാവ് അരച്ച് വെച്ച് കൊടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും അടുപ്പിൻ്റെ ചൂടില്ലേ അവിടെയാണ് കൊണ്ടുവെക്കാറ് മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതായി കിട്ടും, മാവ് പതഞ്ഞ് വരും. ഇത് കുറഞ്ഞത് 7-8 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എനിക്ക് അത്ര ടൈമൊന്നും കിട്ടിയിട്ടില്ല. എനിക്കൊരു 5 മണിക്കൂർ മാത്രമാണ് ഞാൻ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തത്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് ലഞ്ച് കഴിഞ്ഞിട്ടാണ് അരക്കുന്നത്, ഡിന്നറിന് വേണ്ടിയിട്ട്. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനാണ് എങ്കിൽ ഇത് നൈറ്റിൽ അരച്ച് വെച്ചാൽ കറക്റ്റ് ആ ഒരു ടൈം തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് കിട്ടുന്നതാണ്. മാവ് വീഡിയോയിൽ കാണാൻ പറ്റില്ല, മാവ് പൊന്തി വന്നത്. പക്ഷെ അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് മാവിന് വേണ്ടത്. കറക്റ്റാണ് ഞാൻ പറഞ്ഞ ആ ഒരു 1.5 കപ്പ് വെള്ളമൊക്കെ. അതിന് അധികം ആരും ആഡ് ചെയ്ത് കൊടുക്കുകയൊന്നും വേണ്ട. മാവ് പൊന്തി വന്നതിന് ശേഷം അധികം ഇളക്കി കൊടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇളക്കിയതാണ്. ഇനി ഇതൊരു അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ദോശ ഇട്ടെടുക്കുന്ന തവയാണെങ്കിലും മതി. 1.5 തവി മാവ് ഞാൻ ഇതിലേക്ക് കോരി ഒഴിച്ച് അടച്ചു വെച്ച് കൊടുത്തു. ഇതാ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈസ്റ്റിൻ്റെ ഒരാവശ്യവും ഇല്ല നമുക്ക് മാവ് പൊന്തി വരാനായിട്ട്. നമ്മൾ വെറുതെ കളയുന്ന തേങ്ങാവെള്ളം കൊണ്ടാണ് ഇത്ര അടിപൊളിയായിട്ടുള്ള അപ്പം, അതും ഹെൽത്തി ആയിട്ടുള്ള അപ്പം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എല്ലാവരും എൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഗ്രീൻ പീസ് കുറുമയാണ്. അതിൻ്റെ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. അതും നിങ്ങൾ കണ്ട് ഈ അപ്പവും രണ്ടും കൂടി ഒന്ന് ട്രൈ ചെയ്ത് എങ്ങനെയുണ്ടെന്ന് പറയുക. അപ്പം ഇത്ര ക്രിസ്പി ആയിട്ട് വേണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബായ്.